ഹായ് ഹലോ ടെക്വിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് AVR എങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്ററിനുള്ളിൽ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സ്പീഡിൽ കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ? റെഡി. ഇതാ ഞാൻ എൻ്റെ അടുത്തേക്കുന്നത് ഒരു AVR ഇതാണ്. മഹീന്ദ്രേൻ്റെ ഇതിനാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഏകദേശം എല്ലാ ജനറേറ്ററിനും ഏകദേശം ഒരേ കണക്ഷനാണ് വരുന്നത്. 3 2 5 കണക്ഷനാണ് വരുന്നത്. കാണിച്ചു തരാം. ഇത് U, ഇത് V, ഇത് ന്യൂട്രൽ, ഇത് F+, F-. ഈ 5 കണക്ഷനാണ് സാധാരണ മിക്ക AVRകൾക്കും വരുന്നത്. U എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ്, V എന്ന് പറയുന്നതും ഫേസ്, ന്യൂട്രൽ ജനറേറ്ററായ ന്യൂട്രൽ, F1 F2 എക്സൈറ്റേഷൻ കോയിലിൽ നിന്ന് വരുന്ന 2 വയറുകളാണ്. F1 ഉം F2, അതായത് ചിലതിന് F1 കാണും, ചിലതിന് F2 കാണും, ചിലപ്പോൾ F പോസിറ്റീവ് എന്നും കാണും, ചിലപ്പോൾ F നെഗറ്റീവ് എന്നും കാണും. F1 പോസിറ്റീവും F2 നെഗറ്റീവും. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആ AVR ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ വയറുകളാണ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ വയറ് ഇതുണ്ടോ, ഇത് വ്യക്തമായിട്ട് കണ്ടിട്ട് ഈ വയറ് ഇത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവരാണ്. ഇത് അനങ്ങുന്നത്, വലിക്കുമ്പോൾ അനങ്ങുന്നത്. ഇത് കോയിലിൽ നിന്ന് വരുന്ന വയറാണ് ഇത് രണ്ടും. അപ്പം ഇത് രണ്ടും നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. ഇത് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇതിവിടെ ഞാൻ എടുത്തേക്കുന്ന ഈ തൊട്ട് കാണിക്കുന്നത് F- ആണ്. ഇതാ, അപ്പം നമുക്കിതാ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നമ്മളിതാ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാ F- ഇതാ ഇവിടെ കണക്ട് ചെയ്തു. ഒരു മീഡിയം ലൈറ്റ് മതി. ഇനി നമുക്ക് F പോസിറ്റീവ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ലൈനാണ്. ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ച് വലിയ സീനൊന്നുമില്ല, കുഴപ്പമില്ല. എന്ന് വെച്ച് കറക്റ്റ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. F പോസിറ്റീവ് ഞാൻ ഇതാ ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് 3 ലൈൻ വേണ്ടത്. 1 ന്യൂട്രൽ, അതായത് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ 3 ലൈൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഒരു ലൈൻ വന്നിട്ട്. ഇത് നമുക്ക് ഇതുണ്ട് ഈ നെഗറ്റീവ്, അതായത് എൻജിൻ്റെ നെഗറ്റീവ്, അതായത് ഓൾട്ടർനേറ്റർ നെഗറ്റീവാണ് ഇത്. ഇനി നമുക്ക് ഇവിടെ റെഡ് ഫേസ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് U, ഇതാണ് നമുക്ക് U വരുന്നത്. കണ്ടോ, ഈ ലൈനാണ് U. ഇനി നമുക്ക് Y, ഇത് കണ്ടോ, B ഫേസിൽ നിന്ന് ഒരു V എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പം 2 ഫേസും ഒരു ന്യൂട്രലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ, ന്യൂട്രൽ എന്ന് എഴുതിയേക്കുന്ന ഇതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഇതുണ്ട്. ഇത് ഒന്ന് F നെഗറ്റീവ്, F പോസിറ്റീവ്, ഇത് ന്യൂട്രൽ. ഇവിടെയാണ് ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് V ആണ്. V ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, V, അതായത് ഒരു ഫേസ് ആണ് V. അതായത് ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നു, കാണിച്ചു തരാം. ഇതാ ഇനി നമുക്കുള്ളത് U ആണ്. ഇതാ U കാണിച്ചു തരാം. ഇതാ U നമുക്ക് ഏറ്റവും അറ്റത്ത് കണക്ട് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അറ്റത്ത് ഇതാ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വയറിൻ്റെ കണക്ഷനൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം
ഇനി നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന്. വേറെ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. മച്ചാമാരെ, ഇതാ ഇവിടെയാണ് നമ്മുടെ AVR സെറ്റ് ചെയ്യുന്നത്. ഈ 2 ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ പരിപാടികൾ ഏകദേശം ഫിനിഷായി. ഇതാ ഇതുപോലെ സെറ്റ് ചെയ്യണം. അപ്പം മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.